ചെയ്യുന്നത്. വിവരങ്ങൾ ഡാൻ. പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട മുൻസിഫ് കോടതിയിൽ നിന്ന് 14 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര ജയിലിലേക്കായിരിക്കും മാറ്റുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയത്തിനകം കോടതി നടപടികൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങും. ആദ്യഘട്ടത്തിൽ ആശുപത്രി പരിസരത്തുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ പ്രതിഷേധം പുറത്തേക്കിറങ്ങുന്ന വഴികളിലും ഉണ്ടാകാനാണ് സാധ്യത. അതിന് നടുവിലൂടെയാണ് ഈ വാഹനം പോലീസ് അല്പസമയത്തിനകം പുറത്തേക്കിറക്കാൻ പോകുന്നത്. എന്തായാലും 14 ദിവസത്തേക്ക് പാലക്കാട് MLA റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മജിസ്ട്രേറ്റ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് മാവേലിക്കര ജയിലിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രാഹുലിന് ജാമ്യമില്ല. അഴിക്കുള്ളിലേക്ക് രാഹുൽ പോകണം. 14 ദിവസത്തേക്ക് രാഹുൽ ജയിലിൽ കഴിയണം. ഇതിനിടയിലാകും ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുക പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം എന്നുവേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇക്കടത്തിൽ നൽകാനുള്ളത്. അഭിഭാഷകനുണ്ടായിരുന്നു, രാഹുലിനായി വാദിച്ചു. പക്ഷേ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. നേരത്തെയുള്ള 2 കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയ രാഹുൽ 3ാമത്തെ കേസിൽ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയാണ്. ജാമ്യം പൂർണ്ണമായും നിഷേധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയുള്ള നിയമവഴികൾ മറ്റ് മേൽക്കോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നീക്കങ്ങൾ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും ഈ കേസിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി കോടതികൾ ശക്തമായ തീരുമാനമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും രാഹുൽ സഹകരിച്ചില്ല എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. മാവേലിക്കര സബ് ജയിലിലേക്കായിരിക്കും ഒരുപക്ഷെ രാഹുലിനെ കൊണ്ടുപോകുന്നത്. കൊട്ടാരക്കരയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയുള്ള ജയിലുകളിൽ എണ്ണം കൂടുതലാണ് എന്നുള്ളത് പോലീസ് ബോധ്യപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലേക്ക് പോകുന്നത്. ഇനി 14 ദിവസത്തേക്കുള്ള റിമാൻഡ് കാലാവധിയാണ് രാഹുലിനായി മജിസ്ട്രേറ്റ് വിധിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ചോദ്യം ചെയ്യാനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. ഒപ്പം വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കും അഭിഭാഷകൻ. മേൽക്കോടതികളെ സമീപിക്കും. അങ്ങനെ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്ന പശ്ചാത്തലമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഡാൻ കുര്യൻ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ക്ഷമിക്കണം, BV അരുണിലേക്ക് പോകണം. അരുണ്, ഏറ്റവും ഒടുവിൽ ജയിലഴികളിലേക്ക് നേരത്തെയും സമരങ്ങളുടെയൊക്കെ പേരിൽ പിണറായി സർക്കാരിനെതിരെയുള്ള നിരവധി സമരങ്ങളുടെ പേരിൽ ജയിലഴികളിലേക്ക് പോയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ രാഹുൽ അകത്തു പോവുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ രാഹുലിനെ കളിയാക്കി പറഞ്ഞത് നേതാവാകാൻ വേണ്ടി ജയിലിലേക്ക് സമരം ചെയ്ത് അങ്ങനെ മനഃപൂർവ്വം പോയെന്ന ആരോപണങ്ങളൊക്കെ രാഹുലിനെതിരെ കോൺഗ്രസ് തന്നെ ഉയർന്നു വന്നതാണ് രാഹുൽ ജയിലിലാകുമ്പോൾ. ഏതായാലും ഇപ്പോൾ ഒരു MLAയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു MLA ആകരുത് എന്നതിന് ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് പോവുകയാണ്. അഴിക്കൂട്ടിലേക്ക് രാഹുൽ പോവുകയാണ്. രാഹുൽ ജയിലിലാകുന്നു. 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നിരന്തരം പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്നു. മൂന്നാം കേസിലാണ് രാഹുലിന് കുരുക്ക് മുറുകിയത്. പലതവണ കുരുക്ക് മുറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവിടെ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കുരുക്കിലേക്ക് രാഹുൽ വീണിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയാണ്. ഗുരുതരമായ പരാമർശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി FIR-ലും ഉള്ളത്. അത് റിമാൻഡ് റിപ്പോർട്ട് സ്വാഭാവികമായി അതിലും കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകണം. മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. FIR-ന്റെ പകർപ്പ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഇതിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ഉദ്ദേശത്തോടു തന്നെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ഉദ്ദേശത്തോടെ സൗഹൃദം സ്ഥാപിച്ച്, വിശ്വാസമാർജിച്ച്, വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ച്, പ്രലോഭിപ്പിച്ച്, നമുക്ക് സംസാരിക്കാൻ ഒരു പ്രൈവറ്റ് സ്പേസ് വേണ്ടേ എന്ന് പറഞ്ഞ് ആ തീയതിയൊക്കെ സ്വാഭാവികമായും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പോകാൻ കഴിയില്ല. ഏതായാലും ഒരു റൂമിൽ വിളിച്ചു വരുത്തിയ ശേഷം അവിടെ ഇയാൾ വരികയും അവിടെ വെച്ച് പെൺകുട്ടിയെ കണ്ട മാത്രയിൽ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. അവരുടെ പരാതി, അവരുടെ വേദനയൊക്കെ പറയുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പാലക്കാട് MLAക്കെതിരെയുള്ള ഈ FIR വ്യക്തമായി പറയുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ, വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
FIR രജിസ്റ്റർ ചെയ്തത്. ആ FIRലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയിലിലേക്ക് ഉള്ള വഴിയിലേക്ക് രാഹുൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാഹുൽ ജയിലിലേക്ക് പോകും. സ്വാഭാവികമായും മെഡിക്കൽ പരിശോധനകൾ ഇനിയും വേണ്ടിവരും. അതിനുശേഷം അയാളുടെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഏതായാലും കേരള ജനതയിൽ സമാനതകളിൽ പല നേതാക്കൾക്കെതിരെയും പല MLA-മാർക്കെതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പരാതികൾ ഇനിയും നിരവധി പരാതികൾ പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളതാണ് രാഹുലിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരകൾ ഇനിയുമുണ്ട്. പലരും പേര് പുറത്തു വരുമോ, തങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തു വരുമോ എന്ന ഭയം കൊണ്ട് മാത്രം പുറത്തു വരാത്ത എത്രയോ ഇരകൾ ഇനിയുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ പോലും അത്തരം പരാതികൾ പലതും ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെ രാഹുൽ എല്ലാം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് നടന്ന ആദ്യ പരാതി വരുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇരകളുടെ മുഖത്ത് നോക്കി ആക്ഷേപിച്ച് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലഴിക്കുള്ളിലാകുന്നു. രാഹുലിനെ ജയിലിലേക്ക് അയക്കുകയാണ് കോടതി. നിയമം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ ഇതിൽ കൃത്യമായ വിചാരണ നടക്കണം, തെളിവുകൾ വേണം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലഴികളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ പോലീസിനെ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 കേസുകളിലും പോലീസിനെ കബളിപ്പിച്ച് പോലീസിനെ അധിക്ഷേപിച്ച് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പക്ഷേ കൃത്യമായി ഇത്തവണയെങ്കിലും ജാമ്യം കിട്ടാതെ ജയിലഴികളിലേക്ക് പോവുകയാണ്. ഇനി വിചാരണയുടെ ഘട്ടമാണ്. രാഹുലിനെ വൈകാതെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തെളിവുകൾ നിരത്തി കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇതിനെ FIR ഇട്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി തന്നെ ഒരു ഘട്ടത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ, ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത തരത്തിലുള്ള തെളിവുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി, അതായത് ആദ്യം പരാതിയുമായി എത്തിയ പെൺകുട്ടിയെ അവൾ ആരാണ്, അവളുടെ കുടുംബ പശ്ചാത്തലം പോലും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട പാലക്കാട് MLA ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ജയിലിലെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ജാമ്യം നിഷേധിക്കപ്പെട്ട രാഹുൽ ജയിലിലേക്ക് പോവുകയാണ്. ആദ്യ 2 കേസുകളിലും ഈ തരത്തിലുള്ള മുൻകൂർ ജാമ്യമടക്കം ലഭിച്ച രാഹുൽ ഇപ്പോൾ ജയിലഴികളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിലുള്ള നിയമ നടപടികൾ പൂർത്തിയായ ശേഷം 14 ദിവസത്തെ റിമാൻഡാണ് കോടതി വിധിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ സംഗതി. അത് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.